നമസ്കാരം. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 3/6/2025 മുതൽ 13/6/2025 വരെ സ്കൂളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ജൂൺ 3 ലഹരി ഉപയോഗത്തിനെതിരെ. ജൂൺ 4 റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കൂൾ വാഹന സഞ്ചാരം അറിയേണ്ട കാര്യങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ. ജൂൺ 5 വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം. ജൂൺ 9 ആരോഗ്യം, വ്യായാമം, കായികക്ഷമത. ജൂൺ 10 ഡിജിറ്റൽ അച്ചടക്കം. ജൂൺ 11 പൊതുമുതൽ സംരക്ഷണം. ജൂൺ 12 പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം, റാഗിംഗ്, വൈകാരിക നിയന്ത്രണമില്ലായ്മ. ജൂൺ 13 പൊതു ക്രോഡീകരണം. ജൂൺ 3 ജൂൺ 3 ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ആശയവുമായി 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ മൈം അവതരിപ്പിച്ചു. അതോടൊപ്പം മയക്കുമരുന്ന് എന്ന വിഷവസ്തു നമ്മുടെ യുവതലമുറയെയും കുടുംബങ്ങളെയും സമൂഹത്തെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചും എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാം എന്നും 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നിയ നെൽസൺ തന്റെ കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തു. ജൂൺ 4/6/2025 ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:45 വരെയുള്ള 0 ഓവറിൽ റോഡിലൂടെ സഞ്ചാരം, റെയിൽ മുറിച്ചു കടക്കുമ്പോൾ ജലപാത ഉപയോഗം, സ്കൂൾ വാഹന ഉപയോഗം എന്നിവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപിക ശ്രീമതി ബിന്ദു മിസ് സമ്മാനങ്ങൾ നൽകി. കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് പരിപാടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. ജൂൺ 5/6/2025 0 ഓവറിൽ വ്യക്തി ശുചിത്വം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ തീം ഡാൻസും പ്രസംഗവും ഗ്രൂപ്പ് സോങ്ങും നടത്തുകയുണ്ടായി. അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരവും നടത്തി. തുടർന്ന് പ്രധാന അധ്യാപിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുകയും സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകുകയും ചെയ്തു. ജൂൺ 9/6/2025 1 മണി മുതൽ 1:40 വരെയുള്ള സമയങ്ങളിൽ പൊതു ആരോഗ്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്നേ ദിവസം RBSKയിലെ നഴ്സായ ഡെൻസി മാഡവും ജനറൽ ഹോസ്പിറ്റലിലെ AH കൗൺസിലറായ ടീനു മാഡവും വിദ്യാലയത്തിലെത്തി കുട്ടികളുമായി സംവദിച്ചു. പോഷണം, ശുചിത്വം, വ്യായാമം, നല്ല ഉറക്കശീലം, മനസ്സിന്റെ സന്തോഷം, ആരോഗ്യ മര്യാദകൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കുമാരി ചാരുലത, കുമാരി അനുപമ എന്നിവർ പ്രോട്ടീൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് മറ്റു കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ശേഷം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടത്തുകയും വിജയികളായവർക്ക് പ്രധാന അധ്യാപിക ശ്രീമതി ബിന്ദു മിസ് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടി അന്നേ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കി. ജൂൺ 10/6/2025 0 ഓവറിൽ ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ മനോഹരമായി തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന വ്യക്തിപരവും സാമൂഹികപരവുമായ ആഘാതങ്ങളെക്കുറിച്ച് കുട്ടികൾ അവതരിപ്പിച്ചു. ജൂൺ 11/11/2025 പൊതുമുതൽ സംരക്ഷണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ സ്കിറ്റ് അവതരിപ്പിച്ചു. കൂട്ടുത്തരവാദിത്തത്തിൽ സ്വന്തം സാധന സാമഗ്രികളും പൊതുമുതലും എങ്ങനെ സംരക്ഷിക്കണമെന്നും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും വ്യക്തമാക്കുന്ന രീതിയിലുള്ള അവതരണമായിരുന്നു അത്. ജൂൺ 12/6/2025 പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്
5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ ഒരുമിച്ച് ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. വിഷയവുമായി 100% നീതി പുലർത്തുന്ന ഒരു പരിപാടിയായിരുന്നു അത്. പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന അവതരണമായിരുന്നു. ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫെമിമിസ് ക്വിസ് മത്സരവും നടത്തുകയുണ്ടായി. വിജയികളായവർക്ക് അസിസ്റ്റന്റ് HM റോസ്മിസ് സമ്മാനങ്ങൾ നൽകി. ഇതോടനുബന്ധിച്ച് തെരുവുനായ ആക്രമണം, ഇഴജീവി ആക്രമണം എന്നീ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ അധ്യാപകരായ പ്രീത ടീച്ചറും ലത ടീച്ചറും വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. ജൂൺ 13 സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 3/6/2025 മുതൽ 12/6/2025 വരെ വിദ്യാലയത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾ വഴി കുട്ടികളിലുണ്ടായ ധാരണകളുടെ പൊതു ക്രോഡീകരണമാണ് 13/6/2025 നടത്തിയത്. പാനൽ ചർച്ചയാണ് അന്നേ ദിവസം സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾ പാനൽ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു. ഇതിൽ മോഡറേറ്റർ സ്ഥാനം വഹിച്ചത് സ്കൂൾ ലീഡറായ കുമാരി സെറ ലിസ്ബത്താണ്.